സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. മല്ലപ്പള്ളി പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാന് ഹൈക്കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി. ഭരണഘടനയെ ആക്ഷേപിച്ച് പ്രസംഗിച്ചെന്ന കേസിൽ സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കിയ പോലീസ് റിപ്പോർട്ട് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു. ഡിജിപിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്നാണ് നിർദ്ദേശം. മന്ത്രി സജി ചെറിയാന് ക്ലീൻ ചിറ്റ് നൽകിയ പോലീസ് നടപടിയെയും ഹൈക്കോടതി അതിരൂക്ഷമായി വിമർശിച്ചു. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകും മുൻപ് ആദ്യം മന്ത്രി അന്ന് മല്ലപ്പള്ളിയിൽ നടത്തിയ മന്ത്രിയുടെ രാജിക്ക് വരെയും വഴിവെച്ച ആ വിവാദ പ്രസംഗത്തിലേക്ക്. ഭൂരിപക്ഷത്തെ അടിച്ചമർത്തി ഈ സാമ്പത്തിക നയങ്ങൾ അല്ലെങ്കിൽ ഈ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഭരണകൂടം, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് എല്ലാം ഉള്ളതായിരിക്കും. ഇപ്പൊ മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളെല്ലാം പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാരൻ എഴുതി വെച്ചു. അത് ഈ രാജ്യത്ത് 75 വർഷമായി നടപ്പാക്കുന്നതിന്റെ ഫലമായി രാജ്യത്ത് ഏത് ആൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എന്താ പറയുന്നത്, പ്രമോദ് നാരായണന്റെ ഭാഷ പറഞ്ഞ ഇച്ചിരി മുക്കും മൂലയൊക്കെ അരിച്ച് കുറച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് വേണേ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതരത്വം, ജനാധിപത്യം, കുന്തം കുറച്ചക്രമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ എക്സ്പ്ലോയിറ്റേഷനെ, ചൂഷണത്തെ ഏറ്റവും കൂടുതൽ അംഗീകരിച്ചിട്ടുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യയിൽ. മന്ത്രിയുടെ അന്നത്തെ ഈ പ്രസംഗമായിരുന്നു വിവാദത്തിന് കാരണമായത്. ഇതിനു പിന്നാലെ ഈ ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കില്ല എന്നാണ് സജി ചെറിയാൻ വ്യക്തമാക്കുന്നത്. കോടതി ഉത്തരവ് അംഗീകരിക്കുന്നു, പക്ഷെ തന്റെ ഭാഗം കേൾക്കാതെയാണ് കോടതി ഉത്തരവിട്ടതെന്നും അപ്പീൽ പോകുമെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പഠിച്ച് നിയമപരമായി തുടർ നടപടികൾ എന്താണ് സ്വീകരിക്കാൻ അത് ആലോചിക്കും. അന്വേഷണത്തെ സംബന്ധിച്ചാണ് കോടതി പറഞ്ഞത്. ഏത് ഭാഗത്താണ് പോലീസ് അന്വേഷണത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഞാനത് വായിച്ചിട്ടില്ല. ആ അടിസ്ഥാനത്തിൽ അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് വീണ്ടും റിപ്പോർട്ട് കൊടുക്കുമ്പോൾ വിഷയത്തിന്റെ ഫൈൻഡിങ്സിലേക്ക് പോകാത്രത്തോളം കാലം ധാർമ്മികതയെ സംബന്ധിച്ചുള്ള വിഷയമില്ല. അന്ന് ധാർമ്മികമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ രാജിവെച്ചു. ആ ധാർമ്മികമായ ഉത്തരവാദിത്തം കഴിഞ്ഞു. അതിനുശേഷം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ തിരിച്ച് മന്ത്രിയായി. എന്റെ പ്രസംഗത്തിന്റെ ഭാഗത്തേക്കുള്ള ഫൈൻഡിങ്സിലേക്ക് ഇതൊരു കോടതി വന്നു. വിശദാംശങ്ങളുമായി TG സജിത്ത് ചേരുന്നു. സജിത്ത്, ഈ വിവാദ പ്രസംഗം മന്ത്രിയുടെ രാജിക്ക് വരെയും വഴിവെച്ചതാണ്. പക്ഷെ ഇപ്പോൾ മന്ത്രിക്ക് ഹൈക്കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി ഉണ്ടാകുന്നു. മാത്രമല്ല, പോലീസ് അന്ന് മന്ത്രി സജി ചെറിയാന് ക്ലീൻ ചിറ്റ് നൽകിയ നടപടിയെയും ഹൈക്കോടതി അതിരൂക്ഷമായി തന്നെ വിമർശിക്കുന്നുണ്ട്. ഇനി മന്ത്രിക്ക് മുന്നിലുള്ള വഴി എന്താണ്? കാരണം അപ്പീൽ പോകുമെന്ന് പറയുന്നുണ്ട്. അതല്ല, ഇനി പോലീസ് അന്വേഷണം നടത്തുകയാണെങ്കിൽ ഇതിനു മുൻപ് രാജിവെച്ചതുപോലെ ഒരു ധാർമ്മികതയുടെ പുറത്ത് മന്ത്രിക്ക് രാജിവെക്കേണ്ടി വരുമോ? ടോം, ധാർമ്മികതയുടെ വിഷയമില്ല, ഇനി രാജിവെക്കില്ല എന്ന നിലപാട് മന്ത്രി സ്വീകരിച്ചിട്ടുണ്ട്. അത് അല്പം മുമ്പ് നമ്മൾ കേൾക്കുകയും ചെയ്തു. അതൊരു രാഷ്ട്രീയ തീരുമാനമാണ്. മുഖ്യമന്ത്രിയും ഇടതുമുന്നണി നേതൃത്വവുമായി കൂടിയാലോചിച്ചുള്ളൊരു തീരുമാനം എന്ന് നമുക്ക് കരുതാം. എന്തായാലും ആ രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ രാജിയില്ല എന്ന നിലപാടിലേക്ക് സജി ചെറിയാൻ മുന്നോട്ട് പോകുന്നു. പക്ഷേ സജി ചെറിയാൻ അത്ര സുരക്ഷിതമല്ല കാര്യങ്ങൾ എന്ന് വേണം നമുക്ക് കരുതാൻ. രണ്ട് തരത്തിലുള്ള വെല്ലുവിളികൾ സജി ചെറിയാനെ കാത്തിരിപ്പുണ്ട്. ഒന്ന് രാഷ്ട്രീയപരമായ വെല്ലുവിളിയാണ്. കാരണം പ്രതിപക്ഷം മന്ത്രിയുടെ രാജി ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. ഇനി അദ്ദേഹം രാജിയില്ല എന്ന് പറയുമ്പോഴും അതൊരു പ്രക്ഷോഭ സ്വഭാവത്തിൽ വലിയ നീക്കങ്ങൾക്ക് ഇടവച്ചാൽ സർക്കാരിന്റെ പ്രതിച്ഛായ ബാധിക്കുന്ന ഒരു വിവാദമായി മാറുമ്പോൾ അത് സ്വാഭാവികമായും മന്ത്രിക്ക് എത്ര നാള് ഈ രാഷ്ട്രീയ പ്രതിരോധം തീർത്ത് മുന്നണിക്ക് മുന്നോട്ട് പോകാൻ കഴിയും, പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നൊരു പ്രതിസന്ധി ഉണ്ടാകുന്നു. രണ്ടാമത്തെ വിഷയം നിയമപ്രശ്നമാണ്. കാരണം മന്ത്രി ഇന്ന് കോടതി ഈ വിഷയത്തിൽ പോലീസിന്റെ അന്വേഷണ രീതിയെയാണ് ചോദ്യം ചെയ്തത്. അതുകൊണ്ടാണ് പുതിയൊരു അന്വേഷണം ആവശ്യപ്പെടുന്നത്. CBI അന്വേഷണം ആവശ്യമായിരുന്നു ഉന്നയിച്ചത്. പക്ഷേ അതിന് പകരം പോലീസിന്റെ മറ്റൊരു ഏജൻസി എന്ന അന്വേഷണത്തിലേക്കാണ് കോടതി എത്തിയിരിക്കുന്നത്. ഇതിൽ കോടതി മന്ത്രി പദവിയിൽ ഇദ്ദേഹം തുടരുന്നത് സംബന്ധിച്ച, സജി ചെറിയാൻ തുടരുന്നത് സംബന്ധിച്ച പരാമർശങ്ങളൊന്നും നടത്തിയിട്ടില്ല. അതാണ് സജി ചെറിയാൻ ഒരു പക്ഷേ ആയുധമാക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം പ്രതിരോധത്തിന്റെ ഭാഗമായി ഉയർത്തിക്കാട്ടുന്ന കാര്യം. പക്ഷേ ഇനി ഇതിന്റെ തുടർ നടപടികൾക്കിടയിൽ കോടതി അത്തരത്തിൽ എന്തെങ്കിലും പരാമർശങ്ങൾ നടത്തിയാൽ ഒരു പക്ഷേ അത് വലിയ രീതിയിൽ മന്ത്രിക്ക് ഒഴിഞ്ഞു പോകേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. ഹർജിക്കാരൻ തന്നെ ഈ വാദം ഉന്നയിച്ചു കഴിഞ്ഞു. ഒരുപക്ഷേ മന്ത്രി രാജിയില്ലെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഹർജിക്കാരൻ വീണ്ടും കോടതിയിൽ എത്താനുള്ള സാഹചര്യം ഉണ്ടാകുമോ? അങ്ങനെയെങ്കിൽ മന്ത്രി
തുടരുന്നതിനെതിരെ കോടതി എന്തെങ്കിലും പരാമർശം നടത്തിയാൽ സജി ചെറിയാന് കടുത്ത തിരിച്ചടിയാവുന്ന സാഹചര്യം കൂടി ഇതിൻ്റെ അകത്ത് ഉണ്ടാകുമെന്നതാണ് ഒരു പശ്ചാത്തലം. ഒരു കാര്യം കൂടിയുള്ളത്, ഇത് വീണ്ടും കോടതി അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ മറ്റൊരു ഏജൻസിയോടാണ്, കേന്ദ്ര ഏജൻസിയോടല്ല. അപ്പോൾ മന്ത്രിസഭാ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ പോലീസ് റിപ്പോർട്ട് നൽകുമോ? അത് ആ മന്ത്രിക്കെതിരെ നൽകാതിരിക്കാൻ അതിലുള്ള രാഷ്ട്രീയ സ്വാധീനത്തിന് അന്വേഷണ ഏജൻസികൾ വഴങ്ങിക്കൊടുക്കേണ്ടി വരില്ലേ എന്ന ചോദ്യം കൂടി ഇതിൻ്റെ അകത്ത് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇനി തുടർന്നുള്ള പോലീസ് അന്വേഷണത്തിൻ്റെ സാധ്യതകളെയും അതിൻ്റെ സാങ്കത്യത്തെയും ചോദ്യം ചെയ്യുന്ന പ്രതിസന്ധി ഉണ്ടാവുന്നുണ്ട്. എന്നതിനൊപ്പം തന്നെ സജി ചെറിയാന് എത്ര നാൾ ഈ രാഷ്ട്രീയ പ്രതിരോധം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നതും വെല്ലുവിളി ഉണ്ടാക്കുന്ന കാര്യമാണ്. സജിത്ത്, അത് തന്നെയാണ് കാരണം. സജിത്ത് സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഒരു ഏജൻസി മന്ത്രിക്കെതിരെ അന്വേഷിക്കുമ്പോൾ അത് എത്രത്തോളം നീതിയുക്തമായ അന്വേഷണം നടത്തും, അതല്ലെങ്കിൽ ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ച കാര്യമുണ്ട്, DGPയുടെ മേൽനോട്ടത്തിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷിക്കണം എന്ന് തന്നെ വളരെ വ്യക്തമായി തന്നെ ഹൈക്കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം സ്വാഭാവികമായും ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകില്ലേ? അത് പ്രസക്തമാണ്. മാത്രമല്ല, പോലീസ് പൂർത്തിയാക്കുന്ന അന്വേഷണ റിപ്പോർട്ടിനെ കോടതി എങ്ങനെ ഉൾക്കൊള്ളും എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ഈ ഹർജിയുടെ ഒരു സാഹചര്യം പരിശോധിക്കാം. ആദ്യമേ ഹർജി കോടതിയുടെ മുന്നിൽ എത്തുന്നത് സംസ്ഥാനത്ത് നിലവിൽ നടത്തിയ പോലീസ് അന്വേഷണം തൃപ്തികരമല്ല, പോലീസ് അന്വേഷണം മന്ത്രിക്ക് വേണ്ടി എടുത്ത നിലപാടാണ്, അതിൽ രാഷ്ട്രീയപരമായ സമ്മർദ്ദത്തിന് അന്വേഷണ ഏജൻസി വഴങ്ങിക്കൊടുത്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് CBI അന്വേഷണം എന്ന ആവശ്യം ഉന്നയിച്ചത്. പക്ഷേ CBI അന്വേഷണത്തിലേക്ക് കോടതി എത്തിയിട്ടില്ല. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഭാഗമായ, പോലീസിന്റെ ഭാഗമായ മറ്റൊരു ഏജൻസി തന്നെ അന്വേഷണം നടത്തുന്നു എന്ന സാഹചര്യമാണ്. DGPയുടെ മേൽനോട്ടമുണ്ടെങ്കിൽ കൂടിയും സംസ്ഥാന മന്ത്രിയെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് അന്വേഷണ സംവിധാനത്തിന്റെ കണ്ടെത്തൽ വരില്ലേ എന്ന സ്വാഭാവിക സംശയം ഉയരും. അപ്പോൾ ഇപ്പോൾ കോടതി ഉന്നയിച്ച വിമർശനങ്ങൾ, സയന്റിഫിക് എവിഡൻസിന്റെ പരിശോധന, ബന്ധപ്പെട്ടവരുടെ മൊഴിയെടുപ്പ്, അതൊക്കെ പൂർത്തിയാക്കി റിപ്പോർട്ട് ഒടുവിൽ കോടതിക്ക് മുന്നിൽ എത്തുമ്പോഴും കോടതി ആ റിപ്പോർട്ട് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ പ്രതിസന്ധിയുണ്ട്. ഒപ്പം തന്നെ മന്ത്രിക്കെതിരായ റിപ്പോർട്ട് കോടതിക്ക് മുന്നിൽ എത്തുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. അപ്പോൾ ഈ വിഷയത്തിന്റെ തുടർ നടപടികൾ ഇങ്ങനെ നീണ്ടുപോവുകയാണ്. ഒപ്പം കോടതിക്ക് മുന്നിൽ ഈ അന്വേഷണ ഏജൻസി, ഒരുപക്ഷെ കോടതിയിൽ അന്വേഷണ ഏജൻസി ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് കൈമാറി കഴിയുമ്പോൾ അത് വേണ്ടത്ര രീതിയിലേക്കുള്ള ഒരു സ്ട്രക്ചർ ആ അന്വേഷണ റിപ്പോർട്ടിന് ഉണ്ടായില്ലെങ്കിൽ കോടതിയുടെ വീണ്ടുമുള്ള ഇടപെടലിനുള്ള സാധ്യതയുണ്ട്. ഒരു കാര്യം കൂടി നമുക്ക് മുന്നിലുള്ളത്, ഒരുപക്ഷെ ഇദ്ദേഹത്തിന്, ഈ മന്ത്രി സജി ചെറിയാന് മുന്നിൽ മറ്റൊരു നിയമസാധ്യത കൂടി ഉണ്ട് എന്ന കാര്യം നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതായത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഡിവിഷണൽ ബെഞ്ചിൽ മേൽക്കോടതിയിൽ അപ്പീൽ പോകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഒരേ തരത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുകയും ഒപ്പം തന്നെ ഈ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് അപ്പീൽ പോകാനുള്ള സാഹചര്യവും സജി ചെറിയാന് മുന്നിലുണ്ട്. അപ്പോൾ തൽക്കാലം താൻ രാജിയില്ല എന്ന് പറയുന്നത് കൊണ്ട് സജി ചെറിയാൻ മേൽ സാധ്യതകളാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് കോടതിയിലെത്തിയുള്ള നിയമ പോരാട്ടം തന്നെ മന്ത്രിക്ക് മുന്നിൽ ഒരു സാധ്യതയായി നിൽപ്പുണ്ട്. അതുകൊണ്ട് ആ വഴി അദ്ദേഹം തേടുമെന്നതിനെ വേണം നമുക്ക് കരുതാൻ. തീർച്ചയായും അങ്ങനെയെങ്കിൽ ഈ വിഷയത്തില് ഈ അന്വേഷണം നടക്കുന്ന സാഹചര്യം മന്ത്രി മാറി നിൽക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഇപ്പോൾ തന്നെ ഉയർത്തിയിട്ടുണ്ട്. മന്ത്രി രാജിവെച്ചില്ലെങ്കിൽ, രാജിവെക്കണോ വേണ്ടെന്നുള്ളത് രാഷ്ട്രീയ തീരുമാനമാണ്. സജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജിവെച്ചില്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ BJPയും കോൺഗ്രസും ഒക്കെ സജി ചെറിയാനെതിരെ ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടോ സജിത്ത്? തീർച്ചയായും അത് പ്രതിസന്ധിയാവും. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. പൊതുവിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു നവപിഴയാണ് ഉണ്ടായത് എന്ന വാദങ്ങളൊക്കെ ഉന്നയിക്കപ്പെടും. അതുകൊണ്ട് സാധാരണ വിവാദ വിഷയങ്ങൾ ഉണ്ടാകുന്ന പോലെയുള്ള ഒരു രാഷ്ട്രീയ നീക്കം എന്തിന് എന്ന ചോദ്യമൊക്കെ ഉയർന്നു വരാം. പക്ഷേ ഈ വിഷയം പ്രതിപക്ഷത്തെ സംബന്ധിച്ച് സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആയുധമാണ്. നമുക്കറിയാം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്കാണ് സംസ്ഥാന രാഷ്ട്രീയം വരാൻ പോകുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പ്രതിഫലനം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ മന്ത്രി, ആരോപണ വിധേയനായ, ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ മന്ത്രിസഭാംഗമായി ഇരിക്കുന്നതിനെ കൂടി ആയുധമാക്കാൻ പ്രതിപക്ഷത്തിന് കഴിയും. അതുകൊണ്ട് അത് കൃത്യമായി തന്നെ അവർ ഉപയോഗപ്പെടുത്തുമെന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. ആ സാധ്യത അവർക്ക് മുന്നിൽ പുതിയൊരു ആയുധമാണ്. അത് ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്യും. അത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാനും കഴിയും. ഒരുപക്ഷെ സജി ചെറിയാനെ സംരക്ഷിച്ചുകൊണ്ട് സർക്കാരും നീക്കങ്ങൾക്ക് നടത്തിയാൽ ഒരുപക്ഷെ ഗവർണർ അടക്കമുള്ള ഇടപെടൽ സാധ്യതകളും നമുക്ക് തള്ളിക്കറിഞ്ഞുകൂടാ. കാരണം സംസ്ഥാനത്തെ സർക്കാരും ഗവർണറും തമ്മിലുള്ള ഇടപെടലുകളും ബന്ധവും അത് എത്ര കണ്ട് സംഘർഷഭരിതമാണെന്ന് കൂടി നമുക്കറിയാം. അതുകൊണ്ട്
അത്തരം സാധ്യത പോലും നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ. കോടതിക്ക് പുറമെ ഗവർണർ അദ്ദേഹത്തിൻ്റെ കൂടി ഇടപെടൽ മുന്നിൽ കാണാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഒരുപക്ഷെ ഗവർണർ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത തന്നെ വരുത്തുമെന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പോൾ സജി ചെറിയാനെ സംബന്ധിച്ച് പ്രതിസന്ധികൾ മുന്നിലുണ്ട്. അത് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നീക്കം, ഒപ്പം തന്നെ കോടതിയും ഗവർണറും അടക്കമുള്ള മറ്റു വെല്ലുവിളികളും സജി ചെറിയാനെ കാത്തിരിപ്പുണ്ട്. വ്യക്തമാണ്. ടി.ജി. സജിത്താണ് വിവരങ്ങൾ നൽകിയത്. മന്ത്രി സജി ചെറിയാനെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിന്നും വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ തുടരന്വേഷണം നടത്താനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്.